ലോസസ് ഇൻ എ ട്രാൻസ്ഫോമറിലുണ്ടാകുന്ന നഷ്ടങ്ങൾ. അപ്പോൾ ട്രാൻസ്ഫോമറിലുണ്ടാകുന്ന നഷ്ടങ്ങളെ നമ്മൾ മെയിൻലി 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് കോപ്പർ ലോസ്, അയൺ ലോസ്, സ്ട്രേ ലോസ്, ഡൈഇലക്ട്രിക് ലോസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോപ്പർ ലോസും അയൺ ലോസും. കോപ്പർ ലോസ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെറിയൊരു ഐഡിയ വേണം. ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷനിൽ നമുക്ക് മെയിൻലി പ്രൈമറി കോയിലുണ്ടാകും, സെക്കൻഡറി കോയിലുണ്ടാകും, പിന്നെ ഒരു കോറുണ്ടാകും. ഈ പ്രൈമറി സെക്കൻഡറി കോയിൽ ചുറ്റിയെടുക്കാൻ വേണ്ടി കോറുണ്ടാകും. ഈ പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽസ് യൂഷ്വലി നിർമ്മിച്ചിരിക്കുന്നത് ഇൻസുലേറ്റഡ് കോപ്പർ വയേഴ്സ് കൊണ്ടായിരിക്കും. അപ്പോൾ ഈ കോപ്പർ എന്ന് പറയുന്ന കണ്ടക്ടറിന് മറ്റേതൊരു കണ്ടക്ടറിനെ പോലെയും റെസിസ്റ്റൻസ് ഉണ്ട്. വളരെ ചെറിയ അളവിലാണെങ്കിലും അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ റെസിസ്റ്റൻസിൻ്റെ ഇൻഫ്ലുവൻസിലൂടെ അതിനെന്തുണ്ടാകും? ഒരു പവർ ലോസ് ഉണ്ടാകും. ജൂൾസ് ലാ വെച്ചിട്ട് H=I²RT എന്ന നിയമപ്രകാരം അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട്, ആ കോപ്പർ എന്ന് പറയുന്ന കണ്ടക്ടറിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ട് പവർ ലോസ് ഉണ്ടാകുന്നത് കൊണ്ട് അതിനെ കോപ്പർ ലോസ് എന്ന് വിളിക്കുന്നു. ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എനർജി കൺവേർഷൻ അല്ല. ആ പവർ നഷ്ടപ്പെട്ടു പോയത് വെറുതെ ഹീറ്റായിട്ട് പോവുകയാണ് ചെയ്തത്. സോ അതിനെ കോപ്പർ ലോസ് നഷ്ടമെന്ന് പറയുന്നു. ഇനി അടുത്തത് അയൺ ലോസ്. അയൺ ലോസ് എന്ന് പറയുന്നത് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്ന കോറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് യൂഷ്വലി അയണാണ്, ഇരുമ്പ് കൊണ്ടാണ്. അപ്പോൾ ആ ഇരുമ്പ് എന്ന് പറയുന്ന കോർ യൂസ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ലോസാണ് അയൺ ലോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയൺ ലോസ് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: എഡ്ഡി കറണ്ട് ലോസും ഹിസ്റ്റെറിസിസ് ലോസും. എഡ്ഡി കറണ്ട് ലോസ് നമുക്കറിയാം. ട്രാൻസ്ഫോമർ പ്രൈമറി കോയിലുണ്ട്. പ്രൈമറി കോയിൽ നമ്മൾ AC കൊടുക്കുന്ന സമയത്ത് അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യും. ആ ഇലക്ട്രോ മാഗ്നറ്റിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്ച്വേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ്, അല്ലെങ്കിൽ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡാണ്, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്. അങ്ങനെ വേരി ചെയ്തിരിക്കുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഫ്ലെക്സ് ഒരു കണ്ടക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് മ്യൂച്വൽ ഇൻഡക്ഷനിൽ വരുന്നത്. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷനിലൂടെ സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗണോ ട്രാൻസ്ഫോമറായിട്ട് അത് ആക്ട് ചെയ്യുന്നു. ഇത് നമ്മുടെ യൂസ്ഫുൾ മാനറിൽ ചിന്തിച്ചാൽ ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഫാരഡേയുടെ ലാ പറയുന്നുണ്ട്, ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ, വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉള്ളിടത്ത് ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിൽ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കോർ എന്ന് പറയുന്ന ഒരു കണ്ടക്ടിങ് മെറ്റീരിയലാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരുന്നാലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരുന്നാലും അതിൻ്റെ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന പോലത്തെ ഒരു ചെറിയ അളവിലെങ്കിലും ഒരു കറണ്ട് എവിടെ ഉണ്ടാകും? അതിൻ്റെ കോറിലുണ്ടാകും. സോ ആ കോറിലുണ്ടാകുന്ന ഈ ഒരു കറണ്ട് നമ്മൾ എഡ്ഡി കറണ്ട് എന്ന് പേരിട്ട് വിളിക്കും. ആ എഡ്ഡി കറണ്ടിൻ്റെ ഫ്ലോ മൂലം അവിടെ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും. നേരത്തെ കോപ്പർ ലോസ് ഉണ്ടായ പോലെ ഇവിടെയും എഡ്ഡി കറണ്ടിൻ്റെ ആ ഒരു ഫ്ലോ മൂലം അവിടെ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതല്ല. അത് നമുക്ക് ലോസ് ആയിട്ട് തന്നെ കണക്കാക്കാം. അപ്പോൾ ഈ എഡ്ഡി കറണ്ടിൻ്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ കോറ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അത് തിന്നാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഓരോ പ്ലേറ്റ്സ് ആക്കി അതിനെ മാറ്റിക്കൊണ്ട്, തിൻ പ്ലേറ്റ്സ് ആക്കി മാറ്റിക്കൊണ്ട് ലാമിനേറ്റ് ചെയ്ത് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത്, ലാമിനേറ്റ് ചെയ്യുക വഴി ഇത് സെപ്പറേറ്റ് കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് എഡ്ഡി കറണ്ട്സ് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ സെപ്പറേറ്റ് എഡ്ഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ആ കറണ്ടിൻ്റെ വാല്യൂ വളരെ ചെറുതായിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ആ ഒരു ഫിഗർ കാണിക്കുന്നുണ്ട്. വാല്യൂ വളരെ ചെറുതായിരിക്കും. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് വളരെ ഹൈയുമായിരിക്കും. ഈ കോറിലെ റെസിസ്റ്റൻസ് വളരെ ഹൈയുമായിരിക്കും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ എഡ്ഡി കറണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ്, അതാണ് എഡ്ഡി കറണ്ട് ലോസ്. എഡ്ഡി കറണ്ട് ലോസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാമിനേറ്റ് ചെയ്യുന്നു. അടുത്തത് ഹിസ്റ്റെറിസിസ് ലോസ്. അയൺ ലോസിൽ വരുന്ന സെക്കൻഡ് പാർട്ടാണ് ഹിസ്റ്റെറിസിസ് ലോസ്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞു, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് ഇലക്ട്രോ മാഗ്നറ്റായിട്ട് മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റായിട്ട് മാറുമ്പോൾ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ അവിടെ അയൺ കോർ യൂസ് ചെയ്തു. അപ്പോൾ ഈ അയൺ കോർ എന്ന് പറയുന്നത് നോർമലി ഈ പവറൊന്നും വരാത്ത സമയത്ത്, AC നമ്മൾ അപ്ലൈ ചെയ്യാത്ത സമയത്ത് ഈ അയൺ കോർ എന്ന് പറയുന്നത് അൺമാഗ്നറ്റൈസ്ഡ് ആണ്. അപ്പോൾ അതിനകത്തുള്ള സ്മോൾ മാഗ്നറ്റിക് ഡൊമെയിൻസ്, അതാണ് ഈ ആരോ മാർക്കിലൂടെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്, അത് റാൻഡംലി അലൈൻഡ് ആയിരിക്കും. അതായത് അതിനൊരു പ്രത്യേകിച്ചൊരു അലൈൻമെൻ്റ് ഒന്നും കാണത്തില്ല. അതേസമയം നമ്മൾ AC അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ഡിറക്ഷനിൽ അത് അലൈൻ ചെയ്യും ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ. അങ്ങനെ പർട്ടിക്കുലർ ഡിറക്ഷനിൽ അലൈൻ ചെയ്യുന്ന മാഗ്നറ്റിക് ഡൊമെയിൻസ് സെക്കൻഡ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ, അതായത് നേരെ റിവേഴ്സ് ആകുമ്പോൾ, കറണ്ട് നേരെ റിവേഴ്സ് ആകുമ്പോൾ ഈ മാഗ്നറ്റിക് ഡൊമെയിൻസും റിവേഴ്സ് ആകും. ഇങ്ങനെ ഈ മാഗ്നറ്റിക് മെറ്റീരിയലിലുള്ള മാഗ്നറ്റിക് ഡൊമെയിൻസ്
ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു എനർജി വേണം. ആ എനർജി നമുക്ക് ഉപയോഗമുള്ളതല്ല, അതായത് നമുക്ക് ഔട്ട്പുട്ട് പവറായിട്ട് കിട്ടുന്ന ഒരു എനർജി അല്ല അത്. ഈ ഒരു ലോസിനെയാണ് നമ്മൾ ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടി അത് അവിടെ യൂസ് ചെയ്ത എനർജിക്ക് വേണ്ടിയുള്ള ലോസാണ് നമുക്ക് ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പേരിട്ട് നമ്മൾ വിളിക്കുക. ഇനി അടുത്ത ലോസ് എന്ന് പറയുന്നത് സ്ട്രേ ലോസ് ആണ്. സ്ട്രേ ലോസ് എന്ന് പറയുന്നത് നോർമലി വളരെ ചെറിയ അളവിലുള്ള ഒരു ലോസാണ്. നോർമലി എയർ കൂൾഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോമറിന് സ്ട്രേ ലോസ് എന്ന് പറയുന്നത് ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കണക്കാക്കാറില്ല. ഇനി അല്ല, ഓയിൽ കൂൾഡ് ട്രാൻസ്ഫോമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോമറിൻ്റെ ട്രാൻസ്ഫോമർ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ കൊണ്ടായിരിക്കും. അപ്പോൾ ആ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അയൺ ലോസിൽ കോറിലുണ്ടായ പോലെ ഒരു എഡ്ഡി കറണ്ട് ഈ പറഞ്ഞ ടാങ്കിലും ഉണ്ടാകും. വളരെ ചെറിയൊരളവിലാണെങ്കിലും ഈ ടാങ്കിലും, അല്ലെങ്കിൽ അതുപോലെ കണ്ടക്റ്റിംഗ് പാർട്സ് വേറെ എവിടെയൊക്കെ ട്രാൻസ്ഫോമറിനുണ്ടോ അവിടെയെല്ലാം നമുക്ക് ഈ ഒരു എഡ്ഡി കറണ്ടിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. ആ ഒരു കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു എഡ്ഡി കറണ്ടിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന ലോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ട്രേ ലോസ് എന്ന് പറയുന്നത്. ഇത് വളരെ ചെറിയ അളവിലായിരിക്കും എന്നുള്ളതാണ്. അടുത്തത് ഡൈഇലക്ട്രിക് ലോസ്. ഡൈഇലക്ട്രിക് ലോസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ട്രാൻസ്ഫോമറിൽ ഇപ്പോൾ ഓയിൽ കൂൾഡ് ട്രാൻസ്ഫോമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓയിൽ ഒഴിക്കുന്നു. അപ്പോൾ ഓയിലിൻ്റെ ഓയിൽ ഇൻസുലേഷന് വേണ്ടിയാണ്, ഇൻസുലേഷൻ പർപ്പസിന് വേണ്ടിയാണ് നമ്മളിവിടെ ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഓയിലിൻ്റെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടിയിൽ കുറവ് സംഭവിക്കുക, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഡാമേജുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടിയിൽ വ്യത്യാസമുള്ള ഓയിലാണ് അവിടെ വരിക. അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഫലമായിട്ട് ഒരു ലോസ് ഉണ്ടാകും. ആ ലോസിനെയാണ് ഡൈഇലക്ട്രിക് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ട്രാൻസ്ഫോമറിൻ്റെ ലോസസ്. ഇനി നമുക്ക് നോട്ട്സിലേക്ക് പോകാം.